السلام عليكم ورحمة الله وبركاته. طلابي الأعزاء، كيف حالكم؟ هل تذكرون ماذا درسنا في الدرس الأخير؟ نعم، درسنا الدرس الثالث كيمياء السعادة، وقد درسنا بعض الأشياء في هذا الدرس، واليوم نحن ندرس باقي الدرس الماضي. കഴിഞ്ഞ ക്ലാസ്സിലെ തുടർച്ചയായിട്ടാണ് ഈ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിലെ കീമിയ സആദ എന്ന പാഠഭാഗത്തെ ആദ്യ ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കാനുള്ളത് തൊവ്വിർ നഫ്സക് എന്ന പാഠമാണ്. വളരെ നല്ല പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു പാഠമാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. തൊവ്വിർ നഫ്സക്, തൊവ്വറ എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ചെയ്യുക എന്നാണ് അർത്ഥം. ഇംപ്രൂവ് ചെയ്യുക, ടു ഇംപ്രൂവ്. തൊവ്വിർ നഫ്സക്, ഇംപ്രൂവ് യുവർ സെൽഫ്. നീ നിന്നെ വികസിപ്പിച്ചെടുക്കുക, നീ നിന്നെ വളർത്തിയെടുക്കുക എന്നർത്ഥം. തസ്തഫീദ് മിൻ മുആമലതിക മഅ അന്നാസി ഹത്താ തതതവറ മഹാറാതുക് കുല്ല യൗമിൻ ബൽ വകുല്ല സഅത്തിൻ വലാ തുസൈതിർ അലൈക മുആമലത്തു الناس معك. البطل هو الذي يستطيع التغلب على عواطفه ويبتسم. തസ്തഫീദ് മിൻ മുആമലതിക്. മുആമലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ പെരുമാറ്റം, ഡീലിങ്സ്. തസ്തഫീദ്, നീ ഉപകാരം എടുക്കണം, നീ മനസ്സിലാക്കണം. മിൻ മുആമലതിക, നിന്റെ പെരുമാറ്റത്തിൽ നിന്നും നീ മനസ്സിലാക്കിയെടുക്കണം. മഅന്നാസി, ജനങ്ങളുമായുള്ള, വിത്ത് പീപ്പിൾ, ജനങ്ങളുമായുള്ള നിന്റെ പെരുമാറ്റത്തിൽ നിന്നും നീ നിന്നെ ശരിക്കും മനസ്സിലാക്കണം. നീ എങ്ങനെയുള്ള വ്യക്തിത്വമാണ്, നിന്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നീ മനസ്സിലാക്കിയെടുക്കണം. എന്നിട്ടോ എന്നിട്ട് നീ വളർത്തിക്കൊണ്ടുവരണം. തത്തവ്വറ എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക എന്നാണ് അർത്ഥം. വളർത്തിക്കൊണ്ടുവരണം, ഉയർത്തിക്കൊണ്ടുവരണം. മഹാറാത്തുക്, മഹാറത്ത് എന്ന് പറഞ്ഞാൽ സ്കില്ല്. മഹാറാത്തുക്, നിന്റെ കഴിവുകളെ നീ വളർത്തിക്കൊണ്ടുവരണം. നമുക്ക് എന്തൊക്കെ കഴിവുണ്ട് എന്നുള്ളത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന്, നമ്മുടെ ഇടപെടലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. എന്നിട്ട് നമ്മളെ പോസിറ്റീവ് എനർജിയെ, പോസിറ്റീവ് കഴിവുകളെ മുഴുവനും നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. എപ്പം? കുല്ലയൗമിൻ, എല്ലാ ദിവസവും നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ നിങ്ങളെ എല്ലാ ദിവസവും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ നിങ്ങളെ എല്ലാ ദിവസവും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളെ മറ്റൊരു പേഴ്സണായി നിങ്ങൾ കണ്ട് നിങ്ങളെ വാച്ച് ചെയ്ത് നിങ്ങളുടെ പോസിറ്റീവ് നിങ്ങൾ നിലനിർത്തുകയും നെഗറ്റിവിറ്റി നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. അശ്രദ്ധമായി എല്ലാ ദിവസവും ഇങ്ങനെ ജീവിച്ചു പോവുക എന്നുള്ളതല്ല. പ്രവാചകന്റെ ഒരു വചനമുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനമുണ്ട്, ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ റബ്ബ് വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് വിചാരണ നടത്തുക. ഓരോ ദിവസവും നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിചാരണ നടത്തേണ്ടതുണ്ട്. നമ്മളെ തന്നെ ഒന്ന് പരിശോധന നടത്തേണ്ടതുണ്ട്, ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. നമ്മളിൽ നിന്നുള്ള നെഗറ്റിവിറ്റിയെ നമ്മൾ മാറ്റേണ്ടതുണ്ട്, നമ്മളിലുള്ള പോസിറ്റിവിറ്റിയെ നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. ബൽ കുല്ല സഅത്തിൻ, ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ടതല്ല, എല്ലാ മണിക്കൂറിലും ചെയ്യേണ്ടതാണ്. എങ്കിൽ നിങ്ങളൊരു വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറും. ലാ തുസൈത്തിർ അലൈക, നിന്നെ പരാജയപ്പെടുത്താതിരിക്കട്ടെ. സൈത്തറ എന്ന് പറഞ്ഞാൽ വിജയിക്കുക എന്നർത്ഥം. ലാ തുസൈത്തിർ, നിന്നെ വിജയിക്കാതിരിക്കട്ടെ, മറ്റുള്ളവർ നിന്റെ മേൽ വിജയിക്കാതിരിക്കട്ടെ. മുആമലത്തുന്നാസി, ജനങ്ങളുടെ പെരുമാറ്റം. മുആമലത്ത്, ഡീലിങ്സ്, പെരുമാറ്റം. മാക്, ജനങ്ങൾ നിങ്ങളോടൊപ്പം പെരുമാറുകയും അതിൽ നിങ്ങൾ പരാജയപ്പെടുകയും ജനങ്ങൾ ജയിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഉദാഹരണത്തിന്, ഞാനൊരു നല്ല കാര്യമായിട്ട് ഇറങ്ങിയതാണ്, പക്ഷേ ജനങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ പെരുമാറ്റം എന്നെ ചടപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ നല്ല കാര്യത്തിൽ നിന്നും പിൻവാങ്ങി, ഞാനത് ചെയ്യുന്നില്ല എന്ന് വെച്ചു. അപ്പം ഈ നല്ല കാര്യം ചെയ്യുന്നില്ല എന്ന് വെച്ചത് ആരുടെ പ്രേരണ നിമിത്തമാണ്, ആരുടെ പെരുമാറ്റ നിമിത്തമാണ്? എൻ്റെ സുഹൃത്തിൻ്റെ പെരുമാറ്റ നിമിത്തമാണ്. നിനക്ക് മനസ്സിലത് നല്ല കാര്യമാണെന്ന് ഉറപ്പുണ്ടോ? നല്ല കാര്യമാണെന്നൊക്കെ ഉറപ്പുണ്ട്, പക്ഷേ ഞാനതങ്ങ് ഉപേക്ഷിച്ചു. ഈ രീതിയിൽ മറ്റുള്ളവർ നിങ്ങളെ നിയന്ത്രിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. നിങ്ങളുടെ ലക്ഷ്യം ഇന്ന് നന്നായിട്ട് വായിക്കണം എന്ന് വിചാരിച്ച ദിവസമാണ്, അല്ലെ ഇന്നൊരു അസൈൻമെൻറ്റ് എഴുതണം എന്ന് വിചാരിച്ച ദിവസമാണ്,
പക്ഷേ അമ്മ എന്തോ ചീത്ത പറഞ്ഞു, അല്ലെ ഉമ്മ എന്തോ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടായി, ഞാനതങ്ങ് ഉപേക്ഷിച്ചു, മടുത്തുപോയി. ഇങ്ങനെ പുറത്തു നിന്നുള്ള പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും നിങ്ങളുടെ നല്ല അജണ്ടകളെ ഇല്ലാതാക്കി കളയുന്നുവെങ്കിൽ നിങ്ങളൊരു നെഗറ്റീവ് പേഴ്സൺ ആണ് എന്ന് മനസ്സിലാക്കുക. ലാ തുസൈത്തിർ അലൈക മുആമലത്തുന്നാസി മഅക്. ജനങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ നല്ല പ്രവർത്തനത്തെ അതിജയിക്കാതിരിക്കട്ടെ. നിങ്ങളാണ് ജയിക്കേണ്ടത്, നിങ്ങളുടെ പ്രവർത്തനമാണ് ജയിക്കേണ്ടത്. നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെ പുറമേയുള്ള ആളുകൾ പലതും പറയും, പലതും വിധി എഴുതും. പക്ഷേ നിങ്ങൾ ആ വിധിക്ക് കീഴടങ്ങി കൊടുക്കരുത്. നിങ്ങൾ നിങ്ങളുടെ അജണ്ട വിജയിപ്പിക്കുക തന്നെ വേണം. അൽ ബത്തലു, ഹീറോ ആരെന്നറിയോ നിങ്ങൾക്ക്? സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന ആളല്ല ഹീറോ. അഭിനയത്തിൽ ആർക്കും തിളങ്ങി നിൽക്കാൻ കഴിയും, പക്ഷേ റിയൽ ലൈഫിലെ ഹീറോ ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഹുവല്ലദി യസ്തതിഉ തഗല്ലുബ് അലാ അവാതിഫിഹി വയബ്തസിം. എല്ലാ വികാരങ്ങളെയും ഉള്ളിലൊതുക്കി ജനങ്ങളോട് പുഞ്ചിരിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും വലിയ ഹീറോ. ദേഷ്യം വരുമ്പോൾ നമ്മൾ ആ ദേഷ്യത്തിന് കീഴടങ്ങി പലതും ചെയ്യലല്ല, അല്ലെങ്കിൽ വികാരഭരിതരാകുമ്പോൾ നമ്മൾ ജനങ്ങളോട് അതിനനുസരിച്ച് പെരുമാറുന്നവരല്ല. മറിച്ച് ഈ പ്രശ്നങ്ങളെ, ഈ വികാരങ്ങളെ, ഈ ദേഷ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ നമ്മളത് ഒതുക്കി വെച്ച് നമ്മളോട് സംസാരിക്കാൻ വന്ന ആളോട് നമ്മൾ മാന്യമായിട്ട് പെരുമാറുന്നു. നമ്മളടുത്ത് ഒരാൾ വന്നു സംസാരിക്കുന്നു, നമ്മൾ അയാളോട് പൊട്ടിത്തെറിക്കുന്നു, പിന്നീട് അവരോട് നമ്മൾ പറയുന്നു സോറി, ഞാൻ അന്നേരം ഒരു ദേഷ്യത്തിൻ്റെ സമയത്തായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. ഇത് ചെറിയവരിലും വലിയവരിലൊക്കെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് വന്ന ആളോട് മാന്യമായിട്ട് സംസാരിക്കുക, നമ്മുടെ ദേഷ്യവും നമ്മുടെ ഇമോഷൻസൊക്കെ നമ്മൾ ഉള്ളിൽ ഒതുക്കുക, അത് അയാളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാതിരിക്കുക. ഇങ്ങനെ ഇൻറ്റേർണൽ ഡ്രൈവൺ, എക്സ്റ്റേണൽ ഡ്രൈവൺ എന്ന് പറഞ്ഞിട്ട് രണ്ട് പോസിറ്റീവ് ഗുണങ്ങളുണ്ട്. 7 ഹാബിറ്റ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് ലോകപ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്. 7 ഹാബിറ്റ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. അതിലെ ഒരു ഹാബിറ്റായിട്ട് പറയുന്നത് അവർ ഇൻറ്റേർണലി ഡ്രൈവൺ ആയിരിക്കും. അതായത് അവരൊരു കാര്യം തീരുമാനിച്ചാൽ അത് പുറത്തു നിന്ന് ആര് അതിനെ എതിർത്താലും അത് നല്ലതാണെങ്കിൽ അയാൾ അത് ചെയ്തിരിക്കും. എക്സ്റ്റേണൽ പ്രഷർ അല്ല അയാളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് അഭിപ്രായം മാറ്റുന്നവരല്ല, മറിച്ച് ഇയാളുടെ തീരുമാനമായി ഇയാൾ മുന്നോട്ട് പോകുന്നവരാണ്. ഇതിന് 2 അർത്ഥമുണ്ട് കേട്ടോ. എൻ്റെ തീരുമാനം തെറ്റാണെങ്കിലും ഞാൻ മുന്നോട്ട് പോകും എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു കാര്യമാണ്, പക്ഷേ എനിക്ക് പെട്ടെന്ന് അയാളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു പെരുമാറ്റം ഉണ്ടായില്ല, വീട്ടിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടിയില്ല, അല്ലെ ഫ്രണ്ട്സിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ല, അധ്യാപകരിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഞാനതങ്ങ് ഉപേക്ഷിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ അസൈൻമെൻറ്റ് ഉപേക്ഷിച്ച പോലെ. ഈ രീതിയിൽ നമ്മുടെ നല്ല കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ അവിടെ നെഗറ്റീവ് പേഴ്സൺ ആവുകയാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും അയാളുടെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നയാളാണ്, ജനങ്ങളോട് നല്ല നിലയിൽ പുഞ്ചിരിച്ച് പെരുമാറുന്നയാളാണ്, തൻ്റെ ഇമോഷൻസിനെ ഒതുക്കി നിർത്താൻ കഴിയുന്ന ആളുകളാണ്. പ്രവാചകന്റെ ഒരു വചനമുണ്ട്, ലൈസ ശദീദു ബിസ്സുറഅ ഇന്നമ ശദീദുല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. മൽപിടുത്തത്തിൽ ജയിക്കുന്ന വലിയ കരുത്തുള്ള ആളല്ല യഥാർത്ഥത്തിൽ ശക്തൻ എന്ന് പറയുന്നത്, മറിച്ച് ദേഷ്യം വരുമ്പം സ്വന്തത്തെ നിങ്ങൾക്ക് അടക്കി നിർത്താൻ കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ മനുഷ്യൻ എന്നാണ് പ്രവാചകന്റെ വചനം. കസീറും മിനന്നാസ്, ജനങ്ങളിൽ ധാരാളം പേർ യജ്അലുൽ ഹല്ല ഹുവൽ ഇക്തിആബ് അദ്ദായിം, സൊല്യൂഷനായി കാണുന്ന ഒരു പ്രശ്നമുണ്ടായാൽ അതിൻ്റെ സൊല്യൂഷനായിട്ട് കാണുന്നത് ഹുവൽ ഇക്തിആബ്, ഡിപ്രഷനാണ്. ഒരൊറ്റക്കടത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, അല്ലെങ്കിൽ ആകെ ഡിപ്രസ്ഡ് ആവും, മാനസികമായിട്ട് ആകെ തളർന്നു പോകും. ഇങ്ങനെ ആളുകളുണ്ട്. പ്രശ്നമുണ്ടാകുമ്പം അതിനൊരു സൊല്യൂഷൻ എത്താൻ കഴിയാതെ ഡിപ്രസ്ഡ് ആയി പോകുന്ന ആളുകൾ, അത് നെഗറ്റിവിറ്റിയാണ്. അത് നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ഥിരമായിട്ട് ഇങ്ങനെ ഡിപ്രഷൻ ആകുന്ന ആളുകൾക്ക് വലിയ രോഗങ്ങൾ വരെ വരാൻ സാധ്യതയുണ്ട്. പല അസുഖങ്ങളും വലുതാകുമ്പോൾ വരാൻ സാധ്യതയുണ്ട്, ക്രോണിക് ഡിപ്രഷൻ. അതുകൊണ്ട് എപ്പോഴും ഹാപ്പിയാകാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ഒരിക്കലും നിങ്ങളെ ദുഃഖിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ കഴിയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളെ ദുഃഖിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ്.
നിങ്ങളുടെ മനസ്സിന് മാത്രമേ നിങ്ങളെ ദുഃഖിപ്പിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ സങ്കടപ്പെടുത്താൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ ഡിപ്രഷനാക്കാൻ കഴിയുള്ളൂ, നിങ്ങളെ വെറീഡാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ മറ്റുള്ളവർക്ക് പിച്ചി ചീന്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ മറ്റുള്ളവർക്ക് ചവിട്ടിത്തേക്കാൻ വിട്ടുകൊടുക്കരുത്. അവരൊരിക്കലും നോവിക്കേണ്ട ഒരു സ്ഥാനമല്ല നമ്മുടെ ഹൃദയം. അതുകൊണ്ട് വെറുതെ അവരതും ഇതും പറഞ്ഞെന്ന് കരുതി, അവരതും ഇതും ചെയ്തെന്ന് കരുതി നിങ്ങൾ ഡിപ്രഷനാകാൻ പാടില്ല. നിങ്ങളുടെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ടോ, അത് നിങ്ങൾ തിരുത്തുക. ഇനി മിസ്റ്റേക്ക് ഇല്ലേ, അവർ പറയുന്ന വിട്, അവർ ചെയ്യുന്നത് ചെയ്യട്ടെ, ഞാൻ എൻ്റെ പോളിസിയുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടെടുക്കുക. അതാണ് വേണ്ടത്. യജ്അലുൽ ഹല്ല, പലരും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ സൊല്യൂഷനായിട്ട് കാണുന്നത് ഡിപ്രഷനാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആകെ ഡിപ്രസ്ഡ് ആകും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൽ ഇക്തിആബ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ, വൽ ഹമ്മ് എന്ന് പറഞ്ഞാൽ വെറീസ് എന്താ പറയുക, ദുഃഖങ്ങളും വ്യസനങ്ങളൊക്കെ ലാ യുഖഫിഫാനി, അത് ലഘൂകരിക്കുകയില്ല. ഖഫഫ ലഘൂകരിക്കുക, യുഖഫിഫു ലഘൂകരിക്കുന്നു, ലാ യുഖഫിഫാനി അത് ലഘൂകരിക്കുന്നില്ല. അൽ മുസീബ പ്രശ്നങ്ങളെ ഡിപ്രഷൻ ആയതുകൊണ്ട് പ്രശ്നത്തെ ലഘൂകരിക്കുന്നില്ല. നിങ്ങൾക്ക് സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ, പോസിറ്റീവ് സൊല്യൂഷനെ കുറിച്ച് ആലോചിക്കുക. അല്ലാതെ ഡിപ്രഷൻ ആയതുകൊണ്ട് യാതൊരുവിധ കാര്യവും ഇല്ല എന്നർത്ഥം. ബൽ യസീദാനിഹ, പ്രശ്നങ്ങളെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്യാതെ നിങ്ങളെ മാനസികമായും ശാരീരികമായും തളർത്തിക്കളയും, പ്രശ്നം നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഡിപ്രഷൻ എന്നുള്ളത് 1% പോലും ഒരു പ്രശ്നത്തിൻ്റെയും സൊല്യൂഷൻ അല്ല. എന്തുകൊണ്ട് പ്രശ്നമുണ്ടായി എന്നതിൻ്റെ കൃത്യമായ കാരണവും അതിൻ്റെ വേരും നിങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നമുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് ഇനി ഞാൻ പോകില്ല എന്ന് തീരുമാനിക്കുക. ആ പ്രശ്നമുണ്ടാകുന്ന, ആ ദുഃഖമുണ്ടാകുന്ന ഒരു സാഹചര്യം ഇനി ഇടവരുത്തില്ല എന്ന് തീരുമാനിക്കുക. അതോടുകൂടെ ഏകദേശം ആ പ്രശ്നം സോൾവായി. അല്ലാതെ ഡിപ്രഷനായി നിന്നതുകൊണ്ട് നിങ്ങൾ ശാരീരികമായും മാനസികമായും തളരുക എന്നല്ലാതെ ഒരിക്കലും പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. യഅലം, നീ അറിഞ്ഞിരിക്കണം, യഅലം നീ അറിയുക, അന്നഹു ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, ദൈവം വിധിച്ചതല്ലാതെ ഒന്നും എനിക്ക് സംഭവിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ ആർക്കും ഉപദ്രവിക്കാൻ കഴിയില്ല, എന്നെ ആർക്കും വിഷമിപ്പിക്കാൻ കഴിയില്ല, എന്നിൽ ഒരു പ്രയാസം ഉണ്ടാക്കാൻ ഒരാൾക്കും കഴിയില്ല. എനിക്ക് ദൈവം ഉദ്ദേശിച്ചതിനെ തടഞ്ഞു വെക്കാൻ ആർക്കും കഴിയില്ല, എനിക്ക് ദൈവം തടയാൻ ഉദ്ദേശിച്ചതിനെ തരാനും ഒരാൾക്കും കഴിയില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത, തടഞ്ഞവന് നൽകുവാനോ നൽകിയത് തടയുവാനോ ഒരാൾക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് വിധിയിൽ വിശ്വസിക്കുക, അല്ലാഹുവിൽ വിശ്വസിക്കുക. ഫൽ ആഖിൽ ഹുവല്ലദീ യതകയ്യഫു മഅ വാഖിഇഹി കൈഫമാ കാൻ, ബുദ്ധിമാൻ എന്ന് പറയുന്നത് ഹുവല്ലദീ യതകയ്യഫ് എന്ന് പറഞ്ഞാൽ കൈഫയിൽ നിന്നുണ്ടായ വാക്കാണ് യതകയ്യഫ്. കൈഫമാ തശി തഈഷ് ആയിഷ്, സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് ജീവിക്കുന്നയാൾ, സാഹചര്യത്തിനനുസരിച്ച് സാഹചര്യത്തിനോട് ചേർന്ന് ജീവിക്കുന്നയാളാണ്. അല്ലാതെ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന നിലയിൽ ജീവിക്കുന്നയാളല്ല. സിറ്റുവേഷൻ അനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നവരാകണം നമ്മൾ. അങ്ങനെ ജീവിക്കുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് മനസ്സിലാക്കുക. മാകുല്ലുമാ യതമന്നൽ മർഉ യുദ്രികുഹു തജ്രി റിയാഹു ബിമാ ലാ തസ്തഹി സുഫുനു, മനോഹരമായ ഒരു കവിതയാണ്. മാകുല്ലുമാ യതമന്നൽ മർഉ, മനുഷ്യൻ ആഗ്രഹിക്കുന്നത് മുഴുവനും മാ യുദ്രികുഹു, മാ എന്നുള്ളത് ആദ്യം വന്നത് പിന്നെ യുദ്രികുഹുവിൻ്റെ അർത്ഥമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മനുഷ്യൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ കഴിയില്ല. തജ്രി റിയാഹു ബിമാ ലാ തസ്തഹി സുഫുനു, കപ്പൽ ആഗ്രഹിക്കുന്ന വഴിക്കല്ലല്ലോ കാറ്റ് കിട്ടുന്നത്. കപ്പലിന് പോകേണ്ടത് പടിഞ്ഞാറോട്ടാണെങ്കിൽ ഒരുപക്ഷെ കാറ്റ് പടിഞ്ഞാറിൽ നിന്നാണ് വരിക, കപ്പലിനെ തെക്കോട്ടേക്ക് വലിക്കുന്ന രീതിയിലായിരിക്കും കാറ്റ്, തള്ളി മാറ്റുന്ന രീതിയിലായിരിക്കും കാറ്റ്. കാറ്റിനനുസരിച്ച് പിന്നെ പോകുന്ന അവസ്ഥയല്ല നമുക്ക് വേണ്ടത്, മറിച്ച് നമ്മൾ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അടുത്ത വാക്കുകൂടെ നോക്കാം. ലാ തബ്കി അലൽ ലബനിൽ മസ്കൂബ്, മറിഞ്ഞു പോയ പാലിന് വേണ്ടി നീ ഒരിക്കലും കരയരുത്, വിഡ്ഢിയാണ് നീ. നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിച്ചിരിക്കുന്നവൻ വിഡ്ഢിയാണ്, പമ്പര വിഡ്ഢികളുടെ ലോകത്താണ്.
സാധ്യതകളെ കുറിച്ച് ആലോചിക്കുന്നവനാണ് ബുദ്ധിമാൻ. ഇളാഅത്തുൽ മിസ്ബാഹി ഖൈറും മിൻ സബ്ബിൽ ദലാം. ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് വിളക്ക് കത്തിക്കുന്നതാണ്. ഒരു മെഴുകുതിരിയെങ്കിലും കത്തിക്കുന്നതാണ് ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത്. ഇരുട്ടിനെ പഴിക്കാൻ എല്ലാവർക്കും കഴിയും. സാഹചര്യത്തിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയും. പക്ഷേ അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലൈസത്തി ശജാഅത്തു അൻ തുസിറ അലൽ ഖത്ത്. തെറ്റിൽ ഉറച്ചു നിൽക്കുന്നതല്ല ധീരത. ഞാൻ അയാളുടെ മുമ്പിൽ എൻ്റെ അഭിമാനം പോവില്ലേ, അതുകൊണ്ട് ഞാൻ എങ്ങനെയാടാ എൻ്റെ തെറ്റ് സമ്മതിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലർക്ക്. അതൊക്കെ വലിയ വിഡ്ഢിത്തമാണ്. കാലം അത്തരക്കാരെ ചവിട്ടി മെതിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഒരിക്കലും തെറ്റിൽ ഉറച്ചു നിൽക്കരുത്. അതെത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും. എന്താണ്, ആർക്കാണ് മിസ്റ്റേക്ക് സംഭവിച്ചത്, അത് സമ്മതിക്കുക. നഫ്ഹം നമ്മൾ മനസ്സിലാക്കണം. അന്ന ഹല്ലൽ മുഷ്കില, ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ബൈന ഇസ്നൈനി, രണ്ടുപേർക്കിടയിൽ പ്രശ്നമായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അൻ തഖൂല അഹദുഹുമാ ലിൽ ആഖർ, ഒരാൾ മറ്റൊരാളോട് പറയലാണ്. ഒരാൾ എന്തായാലും മിസ്റ്റേക്ക് സംഭവിച്ച ആളായിരിക്കും. അയാൾ പറയണം അന അഖ്തഅ്ത്, എനിക്കാണ് തെറ്റ് പറ്റിയത്. അന അഖ്തഅ്ത്, ഞാനാണ് എനിക്കാണ് തെറ്റിയത്. വ അഅ്തദിർ, ഐ ആം സോറി. ലൈസത്തി ശജാഅത്തു അൻ തുസിറ അലാ ഖതൈക്, തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവനല്ല യഥാർത്ഥ ധീരൻ. വൈന്നമാ ഹിയ അൻ തഅ്തരിഫഹു, തെറ്റ് സമ്മതിക്കലാണ്. തഅ്തരിഫു എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക എന്നർത്ഥം. ഈ അത്തറഫ യഅ്തരിഫു തഅ്തരിഫു. വലാ തുകർരിർഹു മറത്തൻ ഉഖ്റ, ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. തെറ്റ് സമ്മതിച്ചിട്ട് എല്ലാ പ്രാവശ്യവും തെറ്റ് ചെയ്യുന്ന രീതിയല്ല, മറിച്ച് അഭിമാനബോധമുള്ളവൻ തെറ്റ് സമ്മതിക്കും. പക്ഷേ വീണ്ടും മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാൻ അയാളെ അനുവദിക്കില്ല. വീണ്ടും ആ തെറ്റ് ആവർത്തിക്കില്ല എന്നർത്ഥം. വലാ തുകർരിർഹു മറത്തൻ ഉഖ്റ, രണ്ടാമതൊരു പ്രാവശ്യം അയാൾ തെറ്റ് ആവർത്തിക്കില്ല. വലിക്കൈ തകൂന ഹയാതുക അക്സറ സആദ, നിങ്ങളുടെ ജീവിതം ധാരാളം സന്തോഷമുണ്ടാവാൻ, അക്സറ സആദ ധാരാളം സന്തോഷമുണ്ടാവാൻ. ഉൻദുർ ലിൽ ജവാനിബിൽ മുശ്രിഖ, നിങ്ങൾ പ്രകാശിക്കുന്ന നിങ്ങളുടെ ചുറ്റുവട്ടത്തേക്ക് നോക്കണം. പോസിറ്റീവായ ആളുകളിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. പ്രകാശിക്കുന്ന പ്രദേശത്തേക്കാണ്, ഇടങ്ങളിലേക്കാണ് നോക്കേണ്ടത്. ഖബ്ല അൻ തൻദുറ ലിൽ മുദ്ലിമ, ഇരുട്ടുള്ള ഭാഗത്ത് നോക്കുന്നതിനേക്കാൾ വെളിച്ചമുള്ള ഭാഗത്താണ് നോക്കേണ്ടത്. മറിച്ച് മീൻസ് നെഗറ്റീവായ ആളുകൾ, അതാ ഓനങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇവനിങ്ങനെയാണല്ലോ നടക്കുന്നത് എന്ന് പറയാതെ പോസിറ്റീവായ ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നല്ല വ്യക്തിത്വമുള്ള ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ പോലെ ആകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. വ തവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരണമില്ലാത്തൊരു ദൈവം നിങ്ങളെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിൽ നിങ്ങളെല്ലാം അർപ്പിക്കുക. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. വ അഖ്ലിസ് ലഹു ബിത്തളർഉ വദ്ദുആ, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തിന് കീഴടങ്ങുക. തളർറു എന്ന് പറഞ്ഞാൽ വിനയാന്വിതനാവുക. വദ്ദുആ, പ്രാർത്ഥിക്കുക. ഇന്നഹു സമീഉ ദുആ, ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. നിങ്ങളുടെ ഹൃദയത്തിനടുത്ത് ദൈവമുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക. നല്ല വ്യക്തിത്വമായി മാറുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ആദരിക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും സ്നേഹിക്കുന്ന നല്ല വ്യക്തിത്വമായി നമ്മളെ ദൈവം മാറ്റട്ടെ. ആ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.